الحمد لله الحمد لله رب العالمين نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا عليم القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون ആദരണീയരായ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്ത വിഷയം ഫലസ്തീന്, ഗസ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തകർ എന്തുകൊണ്ട് വിജയിക്കുന്നു, അതിന് അവർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുകയാണ് നാം ചെയ്തത്. സമയത്തിന് കുറവുമുണ്ട്. ഏതാനും ചില ഗുണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും അതുപോലെ തന്നെ ഓരോ ഇസ്ലാമിക പ്രവർത്തകന്റെയും അതുപോലെ ഗസ അല്ലെങ്കിൽ ഹമാസ് പോലുള്ള ഇസ്ലാമിക സംഘടനകൾ എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട സ്വഭാവത്തെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തവക്കുൽ അല്ലെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന സ്വഭാവം. ഞാൻ ആമുഖമായി ഓതി കളിപ്പിച്ച ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, വിശ്വാസികളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പ്രവാചകരെ താങ്കൾ അല്ലാഹുവിന്റെ വലിയ കാരുണ്യം കൊണ്ടാണ് അവരോട് വളരെ മാന്യമായി സോഫ്റ്റ് ആയിട്ട് പെരുമാറിയത്. വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക, താങ്കൾ പരിശ പ്രകൃതക്കാരനായിരുന്നുവെങ്കിൽ അവരെ താങ്കളുടെ അടുക്കൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഫഅഫു അൻഹും, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തുക, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഇനി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, താങ്കൾ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തീർച്ചയായിട്ടും അല്ലാഹു ഭരമേൽപ്പിക്കുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല.
ഇനി അള്ളാഹുവിനാൽ നിങ്ങളെ കൈവിടുകയാണെങ്കിലോ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുക? അതിനുശേഷം അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ ഫലമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ജീവിതം കഴിച്ചു കൂട്ടണമെങ്കിൽ, പരലോകത്ത് അള്ളാഹുവിന്റെ ആത്യന്തികമായ വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തവക്കുൽ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അത്രത്തോളം നമ്മൾ ആലോചിച്ചിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാവാം. അള്ളാഹു പരമേൽപ്പിക്കുക അല്ലെങ്കിൽ അള്ളാഹു ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പഠിച്ചോനിൽ വിശ്വസിക്കുക, പഠിച്ചോ നോക്കിക്കോളും എന്നൊരു വിശ്വാസം ഉണ്ടാവുക എന്ന രീതിയിലാണ് പലപ്പോഴും ആളുകൾ അതിനെ കാണാറ്. പക്ഷെ എന്താണ് തവക്കുൽ എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്തമായിട്ടുള്ള ചില നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാം കൂടെ ഒത്തുവരുന്ന അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനങ്ങളെ ഒന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നിർവചിക്കാവുന്നതാണ്. അത് അള്ളാഹുവിനുള്ള ഒരു ഉറപ്പാണ്. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഖദാർ നടപ്പിലാകുമെന്ന ഒരു ദൃഢനിശ്ചയമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബിയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യലും കൂടിയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട, നമുക്ക് വേണ്ട ഭക്ഷണം, പാനീയം, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട കരുതല്, ഇതൊക്കെ മുമ്പുള്ള പ്രവാചകന്മാർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യലും കൂടിയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഇമാം ഖുറൈശി തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്, അറിയുക തവക്കുലിന്റെ സ്ഥാനം ഹൃദയമാണ് എന്ന്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞാൽ പ്രധാനമായിട്ടും തവക്കുൽ എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ കൂടിച്ചേരുകയാണ്. അതിലൊന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ പ്രാർത്ഥന വേണം. അള്ളാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൃഢബോധ്യത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഒരു മുത്തവക്കിലിന്റെ ജീവിതത്തിൽ വേണം. എന്നാൽ അത് മാത്രം മതിയോ? പോരാ, പ്രവർത്തിക്കും കൂടി വേണം. ഒരിക്കൽ അനസ്വരമാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ഒറ്റകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണോ അതോ കെട്ടാതെ തവക്കുൽ ചെയ്യണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, താങ്കൾ ഒറ്റകത്തെ കെട്ടിയിട്ടുകൊണ്ട് തവക്കുൽ ചെയ്യണം. അഥവാ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിരിക്കണം എന്നാണ്. ഇത് വ്യത്യസ്തമായ രീതിയിൽ പണ്ഡിതന്മാരും അതുപോലെ പ്രവാചക വചനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു, ലൗ അൻതും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖകും കമാ യർസുഖു ത്വയ്റ തഖദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ പടച്ചവന്റെ മേൽ ശരിയായ വിധത്തിൽ ഹഖ്ഖ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ഒഴിഞ്ഞ വയറുമായി രാവിലെ പുറപ്പെടുന്ന ഒരു പക്ഷി നിറഞ്ഞ വയറുമായി രാത്രി തിരിച്ചു വരുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് ഇസ്സത്ത് നൽകുമെന്ന് പ്രവാചകൻ പറഞ്ഞതായി ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തവക്കുൽ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ദൃഢബോധ്യത്തോടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം ആ പ്രാർത്ഥന, അഥവാ നമ്മുടെ പ്രവർത്തനവും അതിന്റെ കൂടെ ഉണ്ടാവണം. ചിലപ്പോൾ ഈ പ്രവർത്തനം കൂടി മതിയാവില്ല, ക്ഷമയും ശുഭപ്രതീക്ഷയും വേണ്ടി വരും. നമ്മൾ വേണ്ടതൊക്കെ ചെയ്തു, അതുപോലെ തന്നെ അള്ളാഹുവോട് നല്ല ഉറച്ച ബോധ്യത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചോദിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉടനെ നടക്കുമെന്ന് വിചാരിക്കരുത്. ചില സമയം അള്ളാഹു അതിൽ നിശ്ചയിച്ചിട്ടുണ്ടാവും.
അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും എന്നാൽ അള്ളാഹു തീർച്ചയായും എന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യുമെന്ന ശുഭപ്രതീക്ഷയും കൂടി ഉൾച്ചേരുമ്പോഴാണ് അത് തവക്കുലാവുന്നത്. പക്ഷെ ഇന്ന് ഈ വിഷയം പറയാൻ തന്നെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തകർ, ഇസ്ലാമിക സംഘടനകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തുകൊണ്ട് അവർ വിജയിക്കുന്നു എന്നതിന്റെ ഉത്തരം മാത്രമല്ല, മറിച്ച് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില ആളുകൾക്ക് കുടുംബ പ്രശ്നങ്ങളാണ് എങ്കിൽ മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയാതെ അവരുടെ കൂടെ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചിരുന്ന പല ആളുകളും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുകയോ അതല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ മാസങ്ങളോളം സ്തബ്ധരായി നിൽക്കുന്ന അവസ്ഥ പല ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. പല ആളുകൾക്കും നമസ്കാരമുണ്ട്, കൃത്യസമയത്ത് നമസ്കരിക്കാറുണ്ട്, റമദാൻ മാസത്തിൽ കൃത്യമായി നോമ്പ് നോക്കാറുണ്ട്. എന്നിട്ടും ഈ വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള ചിന്തകളും ഡിപ്രഷനും അവരുടെ ജീവിതത്തിൽ നീങ്ങുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് പടച്ചവരിലുള്ള തവക്കുല്. ഇവിടെ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച ആയത്തിൽ പറയുന്നുണ്ട്, വിശ്വാസികൾ അവർ അല്ലാഹുവിന്റെ മേൽ ബലമേൽപ്പിക്കട്ടെ. അപ്പൊ ഈമാനുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു പണിയാണ് അള്ളാഹുവിനെ ട്രസ്റ്റ് ചെയ്യുക, അള്ളാഹുവിൽ തവക്കുല് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുമായി ഒരു വലിയ ബന്ധം ഉണ്ടാവേണ്ടതുണ്ട്. തവക്കുലിന് ആദ്യം വേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയും പ്രവർത്തനവും അതുപോലെ തന്നെ ക്ഷമയും പ്രതീക്ഷയും കൂടി ചേർക്കുകയാണ് അത് തവക്കുലാവുന്നത്. എന്നാൽ ഇന്ന് ചില ആളുകൾ പ്രാർത്ഥനയെ മാത്രം അവലംബിക്കും. അവര് വേണ്ട കാര്യങ്ങളൊന്നും പ്രവർത്തിക്കേണ്ടതൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ അവരുടെ കഴിവ് നോക്കിക്കൊണ്ടല്ല ചില ആളുകൾ ചിലർ ചൂസ് ചെയ്യുക. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട മനുഷ്യരിൽ അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേകക്കാരനായി. പല രീതിയിലുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു മിറാക്കിളായിക്കൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ സമയത്ത് തന്നെ ശത്രുക്കൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വീട് വളർന്ന സമയത്ത് അവരുടെ കണ്ണിൽപ്പെടാതെ അള്ളാഹു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ ഹിജ്റയെ കുറിച്ച് തന്നെ നമ്മൾ പഠിച്ചു നോക്കൂ. അള്ളാഹുക്ക് ഇസ്രായേലിലെ ഒറ്റ രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പടച്ചവനെ പ്രത്യേകമായി കൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ച, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ എത്രയോ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു താല ചെയ്തത് അതല്ല. അതുപോലെ തന്നെ പ്രവാചകൻ ചെയ്തതും അതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഹിജ്റ ചെയ്യാൻ വേണ്ടി കൽപ്പന കിട്ടിയത് മുതൽ അതിന് വേണ്ട പ്ലാനുകൾ ആരംഭിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ ഹിജ്റ ചെയ്യുന്ന സമയത്ത് മദീനയിലേക്ക് അതല്ലെങ്കിൽ യഥീബിലേക്ക് മക്കയിൽ നിന്ന് തെക്കോട്ടാണ് പോവേണ്ടത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ യാത്ര പുറപ്പെടുന്നത് വടക്കുള്ള ഫൗർ ഗുഹയിലേക്കാണ്. ആ ഫൗർ ഗുഹയിൽ കുറച്ച് ദിവസങ്ങൾ താമസിച്ചതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥീബിലേക്ക് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഗുഹയിൽ താമസിക്കാൻ വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ തന്റെ കൂടെ വഴി കാണിക്കാൻ വേണ്ടിയുള്ള ആരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ കാണാൻ ഫൗർ ഗുഹയിലേക്ക് വരുന്ന ആളുകളുടെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. ആളുകളെ അതിലൂടെ അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടിടയെ കൊണ്ട് അതിലൂടെ ആടിനെ വെക്കുമായിരുന്നു, കാരണം അവരുടെ കാൽപ്പാടുകൾ കാണാനിരിക്കാൻ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിമിഷ നേരം കൊണ്ട് ചെറിയൊരു കാറ്റ് മതി ആ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഡിപെൻഡ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം ചെയ്യേണ്ട പണി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അഥവാ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും സ്വന്തം കഴിവോ സ്വന്തം
തനിക്ക് പലതും നേടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അത് നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഡിപ്രഷനിലേക്കും അഗാധമായ ദുഃഖത്തിലേക്കും എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം മക്കളുടെ കഴിവെന്താണ്, അവരുടെ സ്കില്ല് ഏതാണ്, അവരുടെ ഏരിയ ഏതാണെന്ന് തിരിച്ചറിയാതെ ചില ആളുകൾ നിർബന്ധിച്ച് അവരെ മെഡിക്കൽ ഫീൽഡിലേക്കും ചില ആളുകൾ അവരെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ നിരന്തരം അല്ലെങ്കിൽ വർഷങ്ങളോളം എൻട്രൻസ് ചെയ്തിട്ടും അത് കിട്ടാതെ എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അവരെ കൗൺസിലിംഗിലൊക്കെ വരുമ്പോ എന്റെ പാരന്റ്സ് എന്റെ ജീവിതം തകർത്തു എന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് കരയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ നമ്മുടെ കഴിവ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത്, അതേ കിട്ടുള്ളൂ. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന് വെച്ച് അള്ളാഹു നമ്മൾക്ക് യോഗ്യതയില്ലാത്ത ഒന്നും തന്നെ നമുക്ക് നൽകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇനി ചിലർ പ്രവർത്തനത്തെ മാത്രം അവലംബിക്കുന്നതായി കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ പരസ്പരമായ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് കുട്ടികളെ തന്നെ വെച്ച് പറയുകയാണെങ്കിൽ, പരീക്ഷയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് PUC 1ലേക്ക് കയറിയാൽ അല്ലെങ്കിൽ 10th കയറിയാൽ പിന്നെ കുട്ടികൾക്ക് നമസ്കാരത്തിലൊക്കെ ചില ശ്രദ്ധ കുറയും. കഴിഞ്ഞ ദിവസം ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഇങ്ങനെ സംവദിക്കുമ്പോൾ ചോദിച്ചു, ആരൊക്കെയാണ് ദിവസം ഖുർആൻ ഓതാറ്? പല കുട്ടികളിലും കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, മുമ്പൊക്കെ ഓതാറുണ്ടായിരുന്നു, ഇപ്പൊ പരീക്ഷാ കാലം ആയതുകൊണ്ട് അങ്ങനെ ഓതാറില്ല, അല്ലെങ്കിൽ പിന്നെ ഈ വർഷം എല്ലാ ദിവസവും ഓടാൻ സാധിച്ചിട്ടില്ല, ചില ദിവസങ്ങളിലൊക്കെ ഓടാറുണ്ട് എന്നാണ്. ഇത് കുട്ടികളുടെ മാത്രം കാര്യമല്ല. നമ്മളിൽ കച്ചവടം ചെയ്യുന്ന പല ആളുകളുമുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഷോപ്പ് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഷോപ്പിന്റെ ഒഡിറ്റിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ ആ സമയത്ത് നമസ്കാരത്തിൽ ചിലപ്പോ ഒന്ന് പിന്നോട്ട് വലിയുന്ന സ്വഭാവം നമുക്കും ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുതിയ പ്രൊജക്ടിന്റെ റിലീസ് നടത്താൻ പോവുകയാണ്. ആ സമയത്ത് അതുവരെ ജമാഅത്ത് നമസ്കാരത്തിലോ ഓഫീസിൽ എന്നുള്ള സംവിധാനങ്ങൾ വെച്ച് ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കാൻ ശ്രദ്ധിച്ചിരുന്നവർ പിന്നീട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും അങ്ങനെ മെല്ലെ മെല്ലെ അള്ളാഹുമായിട്ടുള്ള കണക്ഷന് ഇങ്ങനെ അവർ പണ്ടത്തെ അത്ര ഇല്ലാതായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മുന്നോട്ട് പോകുന്തോറും കൂടെ ഇല്ലാതായി തീരുന്ന അഥവാ നമസ്കാരത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ചില ആളുകൾക്ക് സംഭവിച്ചതായി അവർ തന്നെ പറഞ്ഞതായി നമുക്ക് അനുഭവങ്ങളുണ്ട്. അഥവാ വെറും പ്രവർത്തനം കൊണ്ട് മാത്രം ദുനിയാവിൽ വിജയിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. അഥവാ നമ്മൾ നല്ല പണിയെടുത്തു, ജോലി ചെയ്തു, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനം നമുക്ക് ലഭിക്കുന്നുണ്ട്, നല്ലൊരു വീട് നമ്മൾ വെച്ച് പിടിപ്പിച്ചു, സൗകര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിൽ ചില ശൂന്യത അവശേഷിക്കും എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്ന ഒരു വർത്തമാനമാണ്, നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞാൽ ഞാൻ നിങ്ങളെയും മറന്നു കളയും, നിങ്ങൾ എന്നെ മറന്നാൽ ഞാൻ നിങ്ങളെയും മറന്നു കളയും എന്ന് പടച്ചതമ്പുരാൻ പറയുന്ന വാക്കാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുന്ന ശീലം തന്നെ നമുക്ക് കുറവാണ്. ഇനി നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ചില തിരക്കുകളോ മറ്റുള്ള പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്ടിന്റെ റിലീസോ കച്ചവടത്തിൽ പുതിയ ഷോപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തിരക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും, തഹജ്ജുദ് ഒഴിവാക്കും. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച ഈ ഹമാസ് പോലുള്ള സംഘടനകള്, ഇസ്ലാമിക പ്രവർത്തകര്, അവരുടെ ജീവിതത്തിൽ അവർ എന്ത് തുടങ്ങിയാലും വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയെങ്കിൽ എപ്പോഴാ തലയിൽ ബോംബ് വന്ന് വീഴുക എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഒരു നേരത്തെ നമസ്കാരം അവർ ഒഴിവാക്കുകയില്ല. ഒരു ദിവസം രാത്രി അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർ മറക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് നമ്മളെ ഭൗതികമായിട്ട് ചിന്തിച്ചിട്ട് അവർക്ക് ഒന്നുമില്ല. പക്ഷെ എന്നിട്ടോ അതിനുവേണ്ടി പണിയെടുക്കുന്നതിന് പകരം തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, താൻ ജീവിക്കുന്ന നാട്ടിലെ മറ്റുള്ള മക്കൾക്ക് വേണ്ടി, ആ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഒരു രാത്രി പോലും മുടക്കാതെ സുജൂദ് ചെയ്യുകയും അതേ സമയം തന്നെ തങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹമാസിൽ നിന്ന് വിടുതൽ കിട്ടിയ ഹോസ്റ്റേജുകൾ അവരുടെ ദുരന്തങ്ങളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഇപ്പോൾ ചില ഇന്റർവ്യൂകളിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര വിദഗ്ധമായിക്കൊണ്ടാണ് അവരത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവരുടെ സംവിധാനങ്ങളെ കുറിച്ച് അവർ എത്ര മതിപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഭൗതികമായി എന്തൊക്കെയാണോ
വിജയത്തിന് വേണ്ടി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുകയും അതോടൊപ്പം താനും തന്നെ റബ്ബുമായുള്ള ബന്ധം ഉറപ്പിച്ചു നിലനിർത്തുന്ന ആളുകളായിരിക്കും യഥാർത്ഥ മുതവക്കിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയും പ്രവർത്തനവും മതിയാവാതെ വരും. കുറച്ചു കാലത്തേക്ക് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരും, ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഖബാബ് റളിയല്ലാഹു ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ആ വരുന്ന രംഗത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യജമാനത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൽക്കരി കത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറ് അദ്ദേഹത്തെ ചവിട്ടി പിടിക്കുകയും പിറകിലൂടെ അദ്ദേഹം പണിയെടുക്കുന്ന ആനയിലെ ഇരുമ്പ് തന്നെ ചൂടാക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ പിറകിലൂടെ ഉരുട്ടുകയും ചെയ്തു. അങ്ങനെ ശരീരത്തിലെ നട്ടെല്ല് കാണുമാറ് മാംസം വേർപെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ആ മനുഷ്യൻ ഒരു ഷർട്ട് പോലും ഇടാൻ സാധിക്കാതെ ഇട്ട ഷർട്ടിനെ അടുക്കി പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നുകൊണ്ട് പറയുന്നത്, പ്രവാചകരെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസമൊക്കെ താങ്കൾ കാണുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നില്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വർത്തമാനം എന്താ? നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഉണ്ടായിരുന്നു, അതിലെ ചില മനുഷ്യരെ കൊണ്ടുവരും, എന്നിട്ട് കുഴി കുഴിക്കപ്പെടും അവർക്ക് വേണ്ടി. അവരെ പകുതി വരെ ആ കുഴിയിൽ താത്തും, എന്നിട്ട് അവരുടെ തലയിലൂടെ ഈർച്ചവാൾ കൊണ്ട് കീറും. അങ്ങനെ അവരെ രണ്ടായിട്ട് പകുത്തി മാറ്റുന്നതാണ്. മാത്രമല്ല അവരെ ഇരുമ്പ് ചെറുപ്പുകൾ കൊണ്ട് വാർന്നു കളയും. അങ്ങനെ അവരുടെ മാംസവും എല്ലും വെവ്വേറെയാകുമായിരുന്നു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും അവരെ അതൊന്നും തന്നെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞിട്ടില്ല. തീർച്ചയായും പടച്ച തമ്പുരാൻ ഈ ദീനിനെ വരെ ഒരു യാത്രക്കാരനെ അള്ളാനെയും തന്റെ കൂടെ ഒരു ആളുണ്ടെങ്കിൽ ആ ആളിനെ പിടിക്കുന്ന ചെന്നായെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. ആ രീതിയിൽ അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു പറയുന്ന വർത്തമാനം, പക്ഷെ ഖബ്ബാബെ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ധൃതി കൂട്ടുകയാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അഥവാ തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്ത്, അഥവാ ഒട്ടകത്തെ കെട്ടേണ്ട വിധത്തിൽ കെട്ടിയിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന്റെ ഉത്തരം അത് ഏത് സമയത്തും വേണമെങ്കിൽ ലഭിക്കാം. ചിലപ്പോൾ ഉടനെ തന്നെ, ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും, ക്ഷമയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. പക്ഷെ ഒരിക്കലും ആ ശുഭപ്രതീക്ഷ കൈവിടാതെ ഞാൻ കാത്തിരിക്കണം. ഇതാണ് ഒരു മുത്തവക്കിലിന് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 അടിസ്ഥാനങ്ങൾ തവക്കുലിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, എനിക്ക് അല്ലാഹു മതി എന്ന ബോധം ഒരു മുത്തവക്കിലിന് ഉണ്ടാവണം. എനിക്ക് ദുനിയാവിലെ ഒന്നും തന്നെ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതേ പറയാ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഈന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വർത്തമാനം, എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, വ നിഅമൽ വക്കീൽ, ഫലമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും നല്ലത്. ഈ ബോധമാണ് തവക്കുലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ റബ്ബ് മാത്രം മതി. ആ റബ്ബ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ആരെന്നെ വിട്ടെറിഞ്ഞു പോയാലും എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇത് തന്നെയാണ് ഹാജറ ബീവിയും അവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലും ആരോരുമില്ലാത്ത ആ സന്ദർഭത്തില് ചോരക്കുഞ്ഞിനെ ഒറ്റക്കാക്കിക്കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരോരുമില്ലാത്ത ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഇവരെ ഞങ്ങൾ ഒറ്റക്കാക്കിക്കൊണ്ട് താങ്കൾ പോകുകയാണോ? അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവര് പിന്നീട് ചോദിക്കുന്നുണ്ട്, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? അപ്പോഴാണ് തിരിഞ്ഞുകൊണ്ട് അതെ എന്ന് മറുപടി പറയുന്നത്. എങ്കിൽ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങളുടെ കാര്യം അല്ലാഹ് നോക്കിക്കൊള്ളൂ. ഈ ബോധമാണ് ഒരു മുത്തവക്കിലിൽ ഉണ്ടാവുക. അതുകൊണ്ട് തവക്കുലിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലാഹ് മതി, അല്ലാഹ് ഉണ്ടായാൽ മതി എന്റെ കൂടെ എന്നുള്ള ബോധമായിരിക്കണം. രണ്ടാമത്, നമുക്ക് അല്ലാഹ് വേണം. പലപ്പോഴും പല ആളുകളും അല്ലാഹുവിലേക്ക് മടങ്ങുക എന്തെങ്കിലും പ്രയാസം ജീവിതത്തിൽ വരണമെന്ന് രസകരമായ ഒരു കഥ പറയാറുണ്ട്.
തന്റെ അതിൽ പണിയെടുക്കുന്ന തൊഴിലാളിയെ പരീക്ഷിക്കാൻ വേണ്ടി, കൺസ്ട്രക്ഷനിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ പരീക്ഷിക്കാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അങ്ങനെ പിന്നെ ഓരോ നാണയങ്ങൾ താഴോട്ടിടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ നോട്ടുകൾ താഴോട്ടിടും. അപ്പൊ ഈ തൊഴിലാളി ഈ നോട്ടുകൾ അങ്ങനെ എടുക്കും, അടുത്ത പോക്കറ്റിലിടും, ധാരാളം എവിടെ വീണൊന്നും നോക്കൂല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയ കല്ല് ഇടാൻ തുടങ്ങി. അപ്പൊ കല്ലിട്ടപ്പോ ഇയാൾ ഒരൊറ്റ നോട്ട് ധാര എന്റെ തലയിലേക്ക് ഇടുന്നു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥ. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അതൊക്കെ വാരിപ്പോയി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പരീക്ഷണം വരുമ്പോഴാണ് നമുക്ക് അള്ളാന്റെ ഓർമ്മ ഉണ്ടാവുക, അല്ലെങ്കിൽ അള്ളാന്റെ ആവശ്യം ഉണ്ടാവുക. പക്ഷെ ഒരു മുത്തവക്കിൽ ഏത് സമയം എനിക്ക് അള്ളാഹുവിന്റെ ആവശ്യമുണ്ട് എന്ന് അവൻ മനസ്സിലാക്കും. ഏറ്റവും പ്രയാസകരമായ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മാത്രമല്ല ഒരു മുത്തവക്കിലായ ഒരു സ്റ്റുഡന്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മറിച്ച് ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോ, തന്റെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെ നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അള്ളാന്റെ മാർഗത്തിലാണ് പുറപ്പെടുന്നത്, ഞാൻ അള്ളാഹ് വരവേൽപ്പിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ദിവസവും പറയേണ്ടതാണ്. അതൊരു എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ മാത്രമല്ല. അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതം. പുതിയൊരു വലിയൊരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ മാത്രമല്ല നമുക്ക് അള്ളാഹ് ആവശ്യം. എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അള്ളാഹ് ആവശ്യമുണ്ട് എന്ന രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല മുത്തവക്കിലായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ട് തവക്കുൽ മനസ്സിലാക്കേണ്ട അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പടച്ചവനെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഇപ്പൊ എനിക്കത് ചീത്തയായിക്കൊണ്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ പോലും അതുകൊണ്ട് അള്ളാഹു എന്റെ ജീവിതത്തിൽ എന്തോ അനുഗ്രഹം വെച്ചിട്ടുണ്ട്, എന്തോ നന്മ അതുകൊണ്ട് എനിക്ക് വരാനുണ്ട് എന്ന ബോധ്യം ഒരു മുത്തവക്കിൽ ഉണ്ടാവണം. പടച്ചവന് ഈ പ്രയാസം കൊണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ എന്റെ ജീവിതത്തിൽ എന്തോ നന്മ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന ഒരു ബോധ്യം ഒരു വിശ്വാസിക്ക്, ഒരു മുത്തവക്കിലിനുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ മുത്തവക്കിലായിട്ടുള്ള ആൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലവും നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഈ തവക്കുലിനെ നല്ല ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ എടുത്തു നോക്കിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങളുടെ എന്തെങ്കിലും നന്മ വരുമ്പോഴേക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നുണ്ട്. നല്ല പിന്നെ ഉപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ട് തള്ളുന്നത്. അവിടുന്ന് ആരോഗ്യം രക്ഷപ്പെടുത്തി ഒരു കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ നാട്ടിലെ പ്രമാണിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കാരണം വീണ്ടും ജയിലിലേക്ക് എത്തപ്പെടുകയാണ്. ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു അദ്ദേഹത്തിന് വെച്ചത് ഏറ്റവും വലിയ നന്മയായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്ന സത്യമാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അതൊക്കെയും ഓരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ പടച്ചവൻ അതുകൊണ്ട് എന്തോ നന്മ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നിരാശപ്പെടാതെ, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാതെ, പടച്ചവൻ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. എന്താണ് എന്റെ പ്രശ്നം? അത് എന്റെ റബ്ബിനെ നന്നായിട്ട് അറിയാം. ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണം. എന്റെ പ്രശ്നം എന്നേക്കാൾ എന്റെ റബ്ബിനെ നന്നായിട്ട് അറിയാം എന്ന ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമതായി അതിന്റെ സൊല്യൂഷൻ, അതിനുള്ള പരിഹാരം എന്നേക്കാളും ഭൂമിയിലുള്ള മറ്റേത് മനുഷ്യരെക്കാളും നന്നായിട്ട് അറിയാം എന്റെ റബ്ബിനാണ് എന്ന് നമുക്ക് ബോധ്യം വേണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട പണി അള്ളാഹുവിനോട് ആ പ്രശ്നത്തെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് യാചിച്ച് കേഴുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നമായിക്കോട്ടെ. നമുക്കറിയാം നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ ഇന്ന് പല ആളുകളും നമ്മുടെ അടുത്തേക്ക് കൊണ്ട് പറയുന്ന പ്രശ്നങ്ങളും കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയിക്കൊണ്ട് ആളുകൾ പറഞ്ഞുകൊണ്ട് കരയുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ചില മനുഷ്യന്മാരെ കൊണ്ടൊന്നും പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. അങ്ങനെ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നലെ 2 ആത്മഹത്യ കേസുകളാണ് നാട്ടിൽ കേട്ടത്. ഒന്ന് കുറച്ച് മുമ്പ് ആത്മഹത്യ ചെയ്തതാണ്, ഒന്ന് ഒരാഴ്ച മുമ്പ്. പക്ഷെ രണ്ടിന്റെ കാരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാം. പലതും പെട്ടെന്നൊന്നും
നമ്മുടെ സാധാരണ മനുഷ്യന്മാർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തതാണ്. അവർ തന്നെ മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അവിടെ വിശ്വാസമില്ലാത്ത, പടച്ചവനോട് പ്രാർത്ഥിക്കാത്ത, പടച്ചവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാത്ത ഒരാൾക്ക് ആ സമാധാനം സന്തോഷവും ലഭിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരട്ടെ, നമ്മൾ അള്ളാഹുവിനോട് കൈകൾ നീട്ടിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം പാരന്റ്സിന്റെ മുമ്പിൽ അവന്റെ ആവശ്യങ്ങൾ കരഞ്ഞു നേടുന്നത് പോലെ നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ കരഞ്ഞുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു യഥാർത്ഥ മുത്തവക്കീലുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.